കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ജാനകിയുടെ അബിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ കണ്ടു. അജയ് അവസാന ആശ്രയത്തിന് എന്നോണം ജാനകിയെ സമീപിക്കുകയാണ്. തന്റെ നിരഞ്ജനയുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടക്കണം. അപ്പൊ ജാനിയടുത്ത് ഒന്ന് സഹായിക്കുവാണെങ്കിൽ, ഹെൽപ്പ് ചെയ്യുവാണെങ്കിൽ, അച്ഛനോട് സംസാരിക്കുവാണെങ്കിൽ തങ്ങളുടെ വിവാഹം നടത്താം എന്നൊരു ചിന്തയുണ്ടായിരുന്നു. പക്ഷെ ജാനിക്ക് കൈയൊഴിയോ ചെയ്തേ. ജാനകിക്ക് അറിയാം ഇപ്പൊ തന്നെയാണെങ്കിൽ അച്ഛനെ തന്നെ കണ്ടെടുത്ത കണ്ടുകൂടാത്ത സമയം. ഈ സമയത്ത് അജയുടെ കാര്യം കൊണ്ട് സംസാരിച്ചുകൊണ്ട് എന്ന് ഒരിക്കലും തന്നെ മിക്കവാറും വീട്ടിൽ പോലും നിർത്തില്ലെന്നറിയാം. അങ്ങനെ ജാനകി ഇതും പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാം. അജയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവസാനത്തെ പ്രതീക്ഷയായിരുന്നു ജാനിയടുത്ത് സഹായിക്കില്ലെന്ന് പറഞ്ഞു. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താ അമല അങ്ങോട്ട് വരുന്നേ. അമല് വന്നിട്ട് ചോദിച്ചു, എന്താ എന്താ അജയേട്ടാ സങ്കടപ്പെട്ടിരിക്കണെന്ന് ചോദിക്കേ. ഒന്നുമില്ല. അല്ല എന്തോ കാര്യമുണ്ടല്ലോ എന്ന് പറയാം. പ്രശ്നമൊന്നും ഇല്ലടാന്ന് പറയണ. എന്തു പറ്റി? നിരഞ്ജനയ്ക്ക് കുറഞ്ഞില്ലേന്ന് ചോദിക്കാം. കുഴപ്പമില്ല, അവള് ഡിസ്ചാർജ് ആവുമെന്ന് പറയാം. അപ്പൊ അതാണല്ലേ കാര്യം എന്ന് ചോദിക്കുക. പിന്നീട് അമലിന്റെ അടുത്തുനിന്ന് ഒന്നും രണ്ടും പറഞ്ഞ് അജയ് അങ്ങോട്ട് ഒഴിഞ്ഞു മാറി പോവാണ്. ഈ സമയം അപർണ നല്ല ടെൻഷനിലാണ്. ഒരു കാരണവശാലും ജാനകി ഇന്ന പൂജയിൽ പങ്കെടുക്കരുത്. ജാനകി വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിനും മേൽനോട്ടം വായിച്ച് ഓടി നടക്കാനായിട്ട് അവളായിരിക്കും ഉണ്ടായിരിക്കാം. ഇന്ന് ആ സ്ഥാനത്ത് താൻ വേണം നടക്കാനായിട്ട്. ഈ വീട്ടിലെ മൂത്ത മരുമകളായിട്ട് ഇനിയിപ്പോ വാഴേണ്ട താനാണ് ഈ അപർണ തമ്പി. അപർണയായിരിക്കണം അവിടെ ഉണ്ടായിരിക്കണ്ടേ. ജാനകിയുടെ പ്രസൻസ് അവിടെ ഉണ്ടാവരുത്. അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു. അതിനുവേണ്ടി എന്താ ചെയ്യാൻ പറ്റുന്നേ? അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് നേരെ നളിനിയേച്ചിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. പിന്നീട് നളിനിയേച്ചി പറഞ്ഞു, അതെ ഇന്ന് ക്ഷേത്രത്തിൽ പൂജ നടക്കുന്ന കാര്യം ചേച്ചിക്ക് അറിയാവുന്ന ചോദിക്കാം. അത് ഇവിടെ പറയുന്ന കേട്ടു. പ്രഭാതി ചേച്ചി പറയുന്ന കേട്ടെന്ന് പറയാം. അതെ, ഒരു കാരണവശാലും ജാനകി ആ പൂജയെ പങ്കെടുക്കലെന്ന് പറയാം. അതെങ്ങനെ ശരിയാവും കുഞ്ഞെ? ജാനകി എന്താണെങ്കിലും പങ്കെടുക്കാതിരിക്കില്ല. ഈ വീട്ടിലെ എല്ലാവരും വരണമെന്നാണ് സൂര്യ സാറ് പറഞ്ഞിരിക്കുന്ന പറയാം. അത് പറച്ചില്ലേ ഉള്ളൂ. പക്ഷെ ജാനകി വരില്ല. ജാനകി വരാതിരിക്കണം. എങ്കിലാണ് അച്ഛന്റെ മുന്നില് എനിക്ക് ചില നാടകങ്ങളൊക്കെ കളിക്കാനുണ്ടെന്ന് പറയണം. അല്ല അതെങ്ങനെ ശരിയാവും? ഇനിയിപ്പൊ എന്താണെങ്കിലും ആരൊക്കെ പറഞ്ഞു പറഞ്ഞാലും ജാനകി വരുമെന്ന് പറയാം. അതിൻ്റെ ഒരു തന്ത്രമുണ്ട്. ഞാൻ പറയുന്ന പോലെ തന്നെ നളിനേച്ചി ചെയ്യാൻ പറയാണ്. അല്ല എന്താ ചെയ്യണ്ടേ? നളിനേച്ചി ആദ്യം കുറച്ച് പായസം ഉണ്ടാക്കുക. പിന്നത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാന്ന് പറയാം. പായസോ? എന്താ മോളെ, ഇന്ന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഞാൻ പറയുന്ന ആദ്യം കൂടെ അനുസരിച്ചാൽ മതി. പിന്നീട് നളിനി അടുക്കളയിൽ പോയി പായസം ഉണ്ടാക്കുകയാണ്. നല്ല പാൽപ്പായസം തന്നെ ഉണ്ടാക്കി. പിന്നീട് പറഞ്ഞു, മോളെ പാൽപ്പായസം റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയാം. ഇത് കേട്ട അപർണ, ശരി ഞാനിപ്പോൾ അങ്ങോട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ലുവാണ്. കയ്യിൽ കുറച്ച് ഉറക്കഗുളിയെ പൊടിച്ചുകൊണ്ടായിരുന്നു. അങ്ങനെ ആ ഗുളിയെ പൊടിച്ചും എല്ലാം കൂടെ അങ്ങോട്ട് കൊണ്ടുവന്ന് നള്ളിയോട് പറഞ്ഞു, ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാൻ പറയണം. നള്ളി പറഞ്ഞു, ആരുമില്ല കുഞ്ഞെന്ന് പറയണം. ഈ സമയം ഒരു ഗ്ലാസ്സിനകത്തേക്ക് പകർത്തി വെച്ചിരിക്കുന്ന ഒരു ഗ്ലാസ്സിനകത്തേക്ക് അതങ്ങോട്ട് കലക്കുവാണ്. അല്ല കുഞ്ഞ് ഇത് എന്താ? നള്ളിച്ചൊരു കാര്യം ചെയ്യണം. ഈ ഗ്ലാസ് ഇത് പ്രത്യേകം മാറ്റി വെക്കണം. എന്നിട്ട് ഇത് ജാനകിക്ക് കൊണ്ടേ കൊടുക്കണം. നളിനേച്ചിയല്ലേ പായസം കൊണ്ടേ കൊടുക്കുന്ന ആള്. അപ്പൊ നളിനേച്ചിക്ക് അറിയാലോ. നളിനേച്ചിനെ ഓരോരുത്തർക്കും എടുത്തു കൊടുക്കണമെന്ന് പറയാം. അത് പിന്നെ ഒരു കാര്യമുണ്ട്. ഒരു കാരണവശാലും ഇത് പുറത്താരും അറിയാൻ പാടില്ലെന്ന് പറയാം. അല്ല പ്രശ്നമാവോ കുഞ്ഞെ? എന്ത് പ്രശ്നമാവാനായിട്ട്? ഒരു പ്രശ്നമാവാൻ പോകുന്നില്ല. ധൈര്യമായിട്ട് പൊക്കോ. അവള് വരില്ല. അവള് വരാതിരിക്കണം. അവസാനം അവള് വരാത്തതിന്റെ കാര്യം ചോദിച്ചും ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞോളാം. കാരണം അവള് വരാതിരുന്ന് കഴിയുമ്പോ ഇനിയിപ്പൊ രാവിലെ ചായ കൊടുത്തിട്ട് അച്ഛൻ കുടിക്കാത്തതിന്റെ ദേഷ്യത്തില് അവള് വരാതിരുന്നാന്ന് എല്ലാരും വിചാരിക്കുള്ളൂ. അത് മാത്രമല്ല വേറെ ചില പ്ലാനുകളൊക്കെ എന്റെ മനസ്സിലുണ്ടെന്ന് പറയാം. ശരിയെന്ന് പറയാ. അങ്ങനെ നളിനി അങ്ങോട്ട് പോവാണ്. ഈ സമയം അപർണ മനസ്സിൽ പറഞ്ഞു, കണ്ടു ഇന്നത്തോടു കൂടി ജാനകിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഈ സമയത്ത് പ്രഭാവതി ഒന്ന് ജാനകിയോട് ചോദിച്ചു, അല്ല മോളെ നീ ഇതിനായിട്ട് റെഡി ആയില്ലേന്ന് ചോദിക്കും. ഞാൻ ഒരുങ്ങിക്കോളാം, ഞാൻ വന്നേക്കാം, അമ്മയൊക്കെ പോയിക്കോളാൻ പറയാണ്. എന്താ അങ്ങനെ പറഞ്ഞേ? അല്ല ഞാൻ വന്നേക്കാം. അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എല്ലാരും നിർബന്ധമായിട്ട് വരണമെന്ന്, ആരും വരാതിരിക്കലെന്ന്, അതുകൊണ്ട് വന്നേക്കണം എന്ന് പറയാണ്. ഈ സമയത്ത് അമൃതയുടെ അടുത്തേക്ക് ശരണ്യ വരുവാണ്. അല്ല അമൃതയുടെ അടുത്ത് ഇതെന്തിനു വേണ്ടി ഇപ്പൊ ഈ പൂജകൾ നടത്തുന്നതെന്ന് ചോദിക്കാം. അമലിന്റെ അപർണയുടെ നല്ല ജീവിതത്തിന് വേണ്ടി നടത്തുന്നോ? അങ്ങനെ. എനിക്ക് തോന്നുന്നില്ല മിക്കവാറും നല്ല ജീവിതം ഉണ്ടാവുന്നു. അപർണേച്ചി പുറമെ കാണുന്ന പോലെ ഒന്നുമല്ല, ആളിച്ചിരി തരികിടയാന്നാ തോന്നുന്നേന്ന് പറയാം. ഇത് കേട്ടോ അമൃത ചോദിച്ചാൽ നീ അങ്ങനെ പറഞ്ഞേ? അല്ല എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ടെന്ന് പറയാം. എന്തോ പാവം അമലേട്ടന് ജീവിതം കളഞ്ഞ പോലെ എനിക്ക് തോന്നിയെന്ന് പറയാം. ഇനിയിപ്പൊ ഇതെങ്ങാനും കേട്ടോണ്ട് അപർണ വന്ന അതോടുകൂടി നിന്റെ കാര്യത്തിലൊരു തീരുമാനമാവെന്ന് പറയാം. പിന്നെ ഇപ്പൊ എന്നെ എന്ത് ചെയ്യാനാ? എന്നോട് എന്തെങ്കിലും പറഞ്ഞു ഞാൻ നല്ല തിരിച്ചു പറയൂന്ന് ശരണ്യ പെട്ടെന്ന് പറയാണ്. ഈ സമയത്ത് നളിനി അതിലൂടെ പായസമായിട്ട് ഇങ്ങോട്ട് വരുന്നത്. പായസമുള്ള ഇതെന്താ നളിനി ചെയ്യുന്ന പ്രത്യേകത? ഇന്ന് പായസം ഉണ്ടാക്കാനായിട്ട് അപർണ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് പായസമൊക്കെ ഉണ്ടാക്കിയതാന്ന് പറയണം. അങ്ങനെ. അതെ ഒരു കാര്യം ചെയ്യാം, നളിനേച്ചി അതും കൂടെ ഞാൻ കൊണ്ടേ കൊടുക്കാന്ന് അമൃത പറയാം. വേണ്ട വേണ്ട, മോൾക്ക് ബുദ്ധിമുട്ടാവില്ലേ, ഞാൻ കൊണ്ടേ കൊടുത്താളാം.
വേണ്ട നല്ലേച്ചി, ഞാൻ കൊണ്ടേ കൊടുത്താളാന്ന് പറഞ്ഞ് ബലമായിട്ട് അതങ്ങ് മേടിക്കണം ട്രേ അങ്ങോട്ട്. ദൈവമേ, ഇനിയിപ്പോ എന്ത് ചെയ്യും, പെട്ടുപോയല്ലോ. ആ പായസം ആരായിരിക്കും എടുക്കാൻ പോന്നേ? താനാണെങ്കിൽ അത് ജാനിക്ക് മാത്രമായിട്ട് സൈഡിൽ മാറ്റി വെച്ചിരുന്ന. അങ്ങനെ ആ പായസമായിട്ട് എല്ലാവരുടെ അരിയിലേക്ക് പോവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്ത ടെൻഷൻ. ദൈവമേ, ഈ പായസം ആരായിരിക്കും എടുത്ത് കുടിക്കാൻ പോകുന്നത്? പെട്ടെന്ന് ജാനകി നേരെ മുകളിലേക്ക് ചെല്ലുവാണ്, അപർണയുടെ അരിയിലേക്ക്. അപർണയുടെ അടുത്ത് എത്തിച്ചു, മോളെ ആകെപ്പാടെ പ്രശ്നമായി. എന്താ കാര്യം? അതെ, പായസത്തിന്റെ ട്രെയിൻ മേടിച്ചോണ്ട് അമൃത പോയെന്ന് പറയണ. അപ്പൊ പായസോ? അത് അതിനകത്തുണ്ട്. ആ മയക്കുമരുന്ന് കഴിക്കാൻ പായസം അതിനകത്ത് ഇരിപ്പുണ്ട്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, അത് ആരാ കുടിക്കണമെന്ന് അറിയില്ല എന്ന് പറയണം. പെട്ടുപോയല്ലോ, ഇനിയിപ്പൊ എന്ത് ചെയ്യുന്നു ചോദിക്കുക. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ അവരവിടെ വന്ന് എത്തി നോക്കുമ്പോ എല്ലാരും പായസം കുടിക്കുന്നുണ്ടു, ജാനിയും കുടിക്കുന്നുണ്ടു. പക്ഷെ ആർക്കാ എന്താ കിട്ടിയെന്നൊന്നും അറിയില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ നല്ലേച്ചെന്ന് ചോദിക്കാം. എനിക്കറിയത്തില്ല. ഒരു കാര്യം ചെയ്യണം ചേച്ചി, ഒരു കാരണവശാലും ഈ കാര്യം ഇവിടെ ആരോടും പറയരുത്. ദേ, ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും അറിയത്തില്ല. പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ? ശരി കുഞ്ഞെ, പക്ഷെ നളിനിയുടെ ചങ്ക് പടവിട ഇരിക്കുവാണ്. തന്റെ മിക്കവാറും ഇന്നത്തോടു കൂടി ഇവിടുത്തെ ജോലി തീർന്നെന്ന് മനസ്സിലായി. അപർണ കുഞ്ഞിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തനിക്കേ സംഭവിക്കാൻ പോകുള്ളൂ. അപർണ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രക്ഷപ്പെടും, തടി തപ്പി നിൽക്കും. പക്ഷെ തന്നെ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ തനിക്ക് പിന്നെ മറുപടി പറയേണ്ടതായിട്ട് വരും. എന്താ ചെയ്യണ്ടേ? ആകെപ്പാടെ വല്ലാത്തൊരു വെപ്രാളം വിഷമമായി. പിന്നീട് അപർണ ഒന്നും അറിയത്തില്ലാതെ പോയി ഡ്രസ്സൊക്കെ മാറുവാണ്. ഈ സമയം അമലം കൂടെ വന്നു. അമലിനെ കണ്ടതും അപർണ ഒന്നും മിണ്ടാതെ കൂടെ മോന്തിരിക്കണം. അമൽ ഓർത്തിയത് എന്താ പറ്റി ഇവളിങ്ങനെ? സാധാരണഗതി താൻ ഈ മുറിയിലേക്ക് കയറി വരുമ്പോൾ തന്നെ കടിച്ചു കയറാൻ തുടങ്ങുന്ന. ഒന്നും മിണ്ടുന്നില്ലോ. പക്ഷെ അപർണയുടെ ഉള്ളിൽ ആ പായസത്തിനെ കുറിച്ചുള്ള ടെൻഷനായിരുന്നു. പിന്നീട് അമല് പറഞ്ഞു, അതെ എനിക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണമെന്ന് പറയാം. ഇത് കേട്ടോ അപർണ പറഞ്ഞു, അതിന് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഞാൻ എന്ത് ചെയ്യണം? നീ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി നിൽക്കണമെന്നുണ്ടോ? ഓ, സാധാരണഗതിയിൽ ഞാനാണല്ലോ അത് പറയാറുള്ളത്. ഇന്ന് എന്ത് പറ്റിയെന്ന് ചോദിക്കാം. പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാൽ മതി. ഇനിയിപ്പം നിനക്കവിടെ നിൽക്കാൻ താല്പര്യമുണ്ട് നിന്നോളാൻ പറയണം. ഇത് കേട്ടതും അപർണ ഒന്ന് കൊഞ്ചനം കുത്തിയിട്ടങ്ങ് ഇറങ്ങിപ്പോണം. പിന്നെ നിൽക്കാൻ പറ്റിയൊരു സാധനം എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോവാണ്. പിന്നീട് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേനും ജാനകി അങ്ങോട്ട് വരുന്നുണ്ട്. ജാനകിയുടെ മുഖത്ത് നോക്കിയിട്ട് പ്രത്യേകിച്ച് ഭാവഭേദം ഒന്നും കാണുന്നില്ല. ദൈവമേ, ഇനി ഇവളല്ലേ പോലും കുടിച്ചത്, അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുന്നുണ്ട്. പിന്നീട് ജാനകി മുറിയിലേക്ക് ചെല്ലുമ്പോൾ അബി അവിടെയുണ്ട്. അപ്പൊ പൊന്നും കൂടെ അങ്ങോട്ട് വന്നു. പൊന്നുവിനെ പെട്ടെന്ന് തന്നെ ഒരുക്കുവാണ്. അതെ, നേരത്തെ തന്നെ ഒരുക്കി നിന്ന് നിർത്തിയില്ലെങ്കിൽ നീ മിക്കവാറും ആ സമയമാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുമെന്ന് പറയണം. അങ്ങനെ പൊന്നുവിനെ ഒരുക്കി അങ്ങോട്ട് വിടുവാണ്. ഈ സമയം അബി ചോദിച്ചു, അല്ല നീ ഒരുങ്ങുന്നില്ല ജാനകിന്ന് ചോദിക്കുക. ഞാൻ റെഡിയായിട്ട് വന്നോളാം. ഒരു കാര്യം ചെയ്യാം, സമയത്തിന് തന്നെ പൂജ നടക്കണ്ടേ? ഇപ്പൊ തന്നെ സമയം കുറെ ലേറ്റായി, നിങ്ങൾ പെട്ടെന്ന് പൊക്കോ, ഞാൻ അങ്ങോട്ട് വന്നേക്കാന്ന് പറയണം. ഇത് കേട്ടതും അബി പറഞ്ഞു, ശരിയാ, ഇനിയിപ്പൊ ഇതിന്റെ പേരിലൊരു വഴക്കും വക്കാണോ ഉണ്ടാകണ്ട. അച്ഛൻ അല്ലെങ്കിൽ തന്നെ കൃത്യസമയത്ത് എന്തെങ്കിലും ദേഷ്യം വരും. പോരാത്തന്നെ ആ തമ്പിയൊക്കെ വരുന്നതല്ലേ. അപ്പൊ അവരുടെ മുന്നിൽ ഇപ്പൊ നമ്മളെ കൃത്യനിഷ്ഠ പാലിച്ചില്ലെന്ന് വേണ്ട. ശരി, ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയേക്കാം, നീ വന്നേക്കാൻ പറയണം. ശരിയെന്ന് പറഞ്ഞിട്ട് ജാനകി ഡ്രസ്സൊക്കെ മാറ്റാനായിട്ട് അങ്ങോട്ട് പോവാണ്. അങ്ങനെ എല്ലാരും ഇറങ്ങി ക്ഷേത്രത്തിലേക്ക് പോവാണ്. പോകുന്ന സമയത്ത് പ്രഭാവതി ചോദിച്ചാൽ, അല്ല ജാനകി വരുന്നില്ലെന്ന് ചോദിക്കാം. അവള് വന്നോളൂ അമ്മേ, ഇപ്പൊ തന്നെ വന്നേക്കൂന്ന് പറയണം. ഇനി സമയം കളയാതെ നമുക്ക് അങ്ങോട്ട് പോയേക്കാന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാരും പോവാണ്. ഈ സമയത്ത് പൊന്നുവിന്റെ കാര്യം മാത്രം ആരും ശ്രദ്ധിച്ചില്ല. അബി വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ജാനകിയുടെ കൂടെ വരുന്ന. ജാനകി വിചാരിച്ചെന്താ, അബിയുടെ കൂടെ ആയിരിക്കും പോയിരിക്കുന്നതെന്ന് ഓർത്ത് എല്ലാരും ഇരുന്നു. പക്ഷെ പൊന്നു ഈ സമയത്ത് ഇതൊന്നും അറിയത്തില്ല. ഒരു മുറിയിലേക്ക് കയറി അവിടെ മയങ്ങി വീണ് കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആരും അത് ശ്രദ്ധിച്ചുമില്ല. അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് നാളെ അറിയാം. പൊന്നുവിന് എന്ത് സംഭവിച്ചൊന്നും അറിയത്തില്ല. പൊന്നു ഒരു കാര്യം ഉറപ്പാ, പൊന്നു ഇനി നേരെ ICUലേക്കാ പോകുന്നത്. അപർണയുടെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കും. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.